RCM ബിസിനസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. rcmbusinesskerala.com വെബ്സൈറ്റ് സന്ദർശിക്കുക. RCM ഗുഡ് പ്രോട്ടീസ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം. വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ശക്തമായ രോഗപ്രതിരോധ സംവിധാനത്തിന് നല്ല പോഷകാഹാരം അത്യാവശ്യമാണ്. അത് സംരക്ഷണം മാത്രമല്ല നൽകുന്നത്, ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. ശക്തമായ രോഗപ്രതിരോധ സംവിധാനത്തിന് നല്ല പോഷകാഹാരം അത്യാവശ്യമാണ്. ഇത് COVID-19 പോലെയുള്ള പുതിയ അണുബാധകളിൽ നിന്ന് മാത്രമല്ല, ദീർഘകാല രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഉയർന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഒരു അണുബാധയും നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കില്ല. 71% ഇന്ത്യക്കാരുടെ പേശികളുടെ ആരോഗ്യം വളരെ മോശമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. കാരണം ജനങ്ങൾ വെജിറ്റേറിയൻ കഴിക്കുന്നില്ല. പ്രോട്ടീനിന്റെ അളവ് ഇന്ത്യൻ വെജിറ്റേറിയനിൽ 84%, നോൺ വെജിറ്റേറിയനിൽ 65% ആണെന്ന് വിദഗ്ധർ റിപ്പോർട്ട് ചെയ്യുന്നു. മോശം പേശികളുടെ ആരോഗ്യവും പ്രോട്ടീൻ കുറവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. ദൈനംദിന ജീവിതത്തിൽ 1 kg ഭാരം ഉള്ള ആൾക്ക് 1 ഗ്രാം പ്രോട്ടീൻ നിർബന്ധമായും വേണം. സാധാരണ രീതിയിൽ ഒരു പുരുഷൻ മിനിമം 63 ഗ്രാമും സ്ത്രീക്ക് 52 ഗ്രാമെങ്കിലും നിർബന്ധമായും വേണം. പ്രോട്ടീൻ നോൺ വെജിനേക്കാളും കൂടുതൽ വെജിറ്റേറിയനിൽ ആണ്. ഉദാഹരണം നോക്കാം. പാലിൽ 4.5%, മുട്ടയിൽ 14%, ചിക്കനിൽ 22%, പരിപ്പിൽ 25%, പ്രോട്ടീസിൽ 53% അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, കടകളിൽ നിന്ന് ലഭിക്കുന്ന സോയ ചങ്ക്സ് ഉപയോഗിച്ചാൽ പോരാ. പക്ഷേ അതിലെ പ്രോട്ടീനും പ്രോട്ടീസിലെ പ്രോട്ടീനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. സോയ ചങ്ക്സിൽ സോയ മാത്രമേ ഉള്ളൂ. ഇത് കുതിർക്കുന്ന സമയം 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെയാണ്. പക്ഷെ പ്രോട്ടീസിൽ സോയ പ്രോട്ടീൻ ഐസൊലേറ്റ്, ഓട്സ്, കടല, ഓർഗാനിക് പീ പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, സോയയിൽ 90 ഗ്രാം പ്രോട്ടീനും ഓർഗാനിക് പീ പ്രോട്ടീൻ 85 ഗ്രാം പ്രോട്ടീനും കടലയിൽ 22 ഗ്രാം പ്രോട്ടീനും ഓട്സിൽ 10 ഗ്രാം പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീസിന് കോഴിയിറച്ചിക്ക് സമാനമായ ഒരു ഘടനയുണ്ട്. എന്നാൽ മൃഗങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചല്ല ഇത് നിർമ്മിക്കുന്നത്. റീഹൈഡ്രേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏത് വിഭവം ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാം. വെജിറ്റേറിയന്മാർക്കും നോൺ വെജിറ്റേറിയന്മാർക്കും ഒരേപോലെ രുചി പ്രദാനം ചെയ്യുന്ന നോൺ വെജിന്റെ ടേസ്റ്റിലുള്ള ഒരു വിഭവമാണ് പ്രോട്ടീസ്. RCM പ്രോട്ടീസ് ചങ്കുകൾ എല്ലാ രീതിയിലും സാധാരണ സോയ ചങ്കുകളേക്കാൾ വളരെ മികച്ചതാണ്. സാധാരണ സോയ കഷ്ണങ്ങളേക്കാൾ ഉയർന്ന പ്രോട്ടീനുള്ളതും രുചിയിൽ നിഷ്പക്ഷവുമാണ്. 100% വെജിറ്റേറിയൻ ആണ്. കെമിക്കലുകളോ പ്രിസർവേറ്റീവുകളോ ഒന്നും ഉപയോഗിക്കാതെ നല്ല ഷെൽഫ് ലൈഫ് നൽകുന്നതിന് ശുദ്ധീകരണം ചെയ്ത ചങ്കുകളുടെ രൂപത്തിൽ ഇത് പായ്ക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ അവശ്യ ഘടകങ്ങളെയും ഓക്സിജനെയും രക്തത്തിലൂടെ കൊണ്ടുപോകുന്ന ഒരു സുപ്രധാന തന്മാത്രയാണ് പ്രോട്ടീൻ. കോശങ്ങൾ നിർമ്മിക്കുകയും നന്നാക്കുകയും ചെയ്യുക, ടിഷ്യൂകളും അവയവങ്ങളും രൂപപ്പെടുത്തുക, പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുക, ഊർജം നൽകുക എന്നിവയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. പ്രോട്ടീനുകളെ 2 തരങ്ങളായി തിരിച്ചിരിക്കുന്നു. അതാണ് ഫൈബർ, ഗ്ലോബുലാർ. ഈ മാക്രോന്യൂട്രിയന്റിന്റെ കുറവ് നമ്മുടെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കും. പ്രോട്ടീൻ കുറവിന്റെ ലക്ഷണങ്ങൾ: മുഖത്തെ വീക്കം, ദുർബലമായ പ്രതിരോധശേഷി, ഉണങ്ങിയ ജീവനില്ലാത്ത മുടി, ശരീരത്തിൽ പെട്ടെന്ന് നീർവീക്കം അനുഭവപ്പെടുക, ക്ഷീണിക്കുക, കുട്ടികളിലെ വളർച്ച കുറയുക, പേശിവേദന. ഗുഡ്ബോട്ടിനൊപ്പം നല്ല ആരോഗ്യം. മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും വർദ്ധിച്ചുവരുന്ന നഗരവൽക്കരണവും കാരണം ഭക്ഷണ മുൻഗണനകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് യുവതലമുറയിൽ. അവർ ഇപ്പോൾ അവരുടെ ഭക്ഷണത്തിൽ രുചി മാത്രമല്ല, പോഷകങ്ങളുടെ ഉള്ളടക്കത്തിനും മുൻഗണന നൽകുന്നു. കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് കഴിക്കാനുള്ള മുൻഗണനയും പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ആഗ്രഹവും ഇതിൽ ഉൾപ്പെടുന്നു. തൽഫലമായി സമഗ്രമായ പോഷകഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അവരുടെ ആരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന റെഡി ടു കുക്ക്, പാക്കേജ് ചെയ്ത ഭക്ഷണത്തിലേക്ക് അവർ തിരിയുന്നു.
പുതിയ യുഗത്തിനൊപ്പം മുന്നേറിക്കൊണ്ട് പ്രോട്ടീനുകളും വിറ്റാമിനുകളും മറ്റെല്ലാ പോഷകഘടകങ്ങളും ഉപയോഗിച്ച് തയ്യാറാക്കിയ പ്രോട്ടീസ് ഉൽപ്പന്നങ്ങളിലൂടെ ഗുഡ്ഡോട്ട് നിങ്ങളുടെ അടുക്കളയിൽ അതിവേഗം ഇടം നേടുന്നു. മികച്ച ആരോഗ്യവും സമ്പൂർണ്ണ ഭക്ഷണക്രമവും നേടുന്നതിനും സ്മാർട്ട് ഡിജിറ്റൽ യുഗത്തിൽ പടിപടിയായി നടക്കുന്നതിനും നിങ്ങൾക്ക് ഇത് ദൈനംദിന ജീവിതത്തിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാം. പ്രായവിഭാഗം. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ അഭിപ്രായത്തിൽ ഒരു ശരാശരി മുതിർന്ന വ്യക്തിക്ക് 1 കിലോഗ്രാം ശരീരഭാരത്തിന് പ്രതിദിനം 0.6 മുതൽ 1 ഗ്രാം വരെ പ്രോട്ടീൻ ആവശ്യമാണ്. പ്രോട്ടീന്റെ ആവശ്യമായ അളവ് പ്രായം, ലിംഗഭേദം, ജോലി സാഹചര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. 4 മുതൽ 8 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് പ്രതിദിനം 19 ഗ്രാം ആവശ്യമായി വരുമ്പോൾ 15 വയസ്സിൽ പ്രോട്ടീൻ ഉപഭോഗം ഇരട്ടിയാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് സസ്യാഹാരികളിൽ ആൽബുമിന്റെ അളവ് 100 മില്ലിയിൽ 3.5 ഗ്രാം ആണ്. ഇത് കുറഞ്ഞാൽ പ്രോട്ടീന്റെ കുറവുണ്ടാകും. പ്രോട്ടീൻ പോഷകാഹാരക്കുറവ് ഒരു ഗുരുതരമായ അവസ്ഥയാണ്. ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഏതെങ്കിലും പോഷകങ്ങളുടെയോ മൂലകങ്ങളുടെയോ ദീർഘകാല കുറവ് ഉണ്ടെങ്കിൽ അതിനെ പോഷകാഹാരക്കുറവ് എന്ന് വിളിക്കുന്നു. ഭക്ഷണത്തിൽ ആവശ്യത്തിന് പ്രോട്ടീൻ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവിനെ പ്രോട്ടീൻ പോഷകാഹാരക്കുറവ് എന്ന് വിളിക്കുന്നു. പ്രോട്ടീന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗത്തെ ക്വാഷിയോർക്കേഴ്സ് രോഗം എന്ന് വിളിക്കുന്നു. പ്രധാനമായും കൊച്ചുകുട്ടികളും ഗർഭിണികളും കൗമാരക്കാരെയുമാണ് ഇത് ബാധിക്കുന്നത്. ഈ രോഗത്തിൽ ശരീരം വീർമത, ക്ഷീണം, ചർമ്മം പൊട്ടുന്ന അവസ്ഥ ഇതൊക്കെ പ്രോട്ടീന്റെ തുടർച്ചയായ കുറവ് കാരണം സംഭവിക്കുന്നതാണ്. 10ൽ 9 ഇന്ത്യക്കാരും പ്രോട്ടീന്റെ കുറവ് അനുഭവിക്കുന്നു എന്നത് ആശങ്കാജനകമാണ്. ഓരോ പ്രായ വിഭാഗത്തിലും ശരാശരി ഇന്ത്യൻ പ്രോട്ടീൻ ഉപഭോഗം കുറവാണ്. അമബ് സർവേ പ്രകാരം 90% ഇന്ത്യക്കാരിലും പ്രോട്ടീൻ കുറവ് കാണപ്പെടുന്നു. മൊത്തം ആവശ്യത്തിന്റെ 60% പോലും ഞങ്ങൾ നിറവേറ്റുന്നില്ല. 90% പഠനമനുസരിച്ച് നമ്മുടെ രാജ്യത്തെ 38% കുട്ടികളും PM കുറവുള്ളവരാണ്. സോയ പ്രോട്ടീൻ പോലുള്ള സസ്യാഹാര പ്രോട്ടീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ പ്രധാന പ്രശ്നത്തെ നേരിടാൻ ഇന്ത്യ ഗവൺമെന്റ് നിരവധി പരിപാടികൾ നടത്തുന്നു. ശരീരത്തിൽ പ്രവേശിച്ച ശേഷം പ്രോട്ടീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ആമാശയത്തിൽ പ്രവേശിച്ച ശേഷം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം അമിനോ ആസിഡുകളെ ഉത്പാദിപ്പിക്കുന്നു. ഇത് ചെറുകുടലിൽ ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ കരൾ തിരിച്ചറിയുകയും ശരീരത്തിനാവശ്യമായ അമിനോ ആസിഡുകളെ വേർതിരിക്കുകയും ബാക്കിയുള്ളവ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. ഒരു സാധാരണ വ്യക്തി തന്റെ ഭാരത്തിന്റെ 1 കിലോഗ്രാമിന് കുറഞ്ഞത് 0.60 ഗ്രാം പ്രോട്ടീൻ ദിവസവും കഴിക്കണം. അതുപോലെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനിൽ 330 ബില്യൺ കോശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. ശരീരഭാരത്തിന്റെ 20% നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ മൂലമാണ്. നമ്മുടെ ശരീരഭാരത്തിന്റെ 18 മുതൽ 20% നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീനുകൾ മൂലമാണെന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. ഇത് മാത്രമല്ല, പ്രോട്ടീൻ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും കോശങ്ങളെ ആരോഗ്യകരമായി നിലനിർത്തുന്നു. ശരീരത്തിൽ നിന്ന് വിഷാംശം നീക്കം ചെയ്യുന്നു. ശരീരത്തിന്റെ pH ലെവൽ നിലനിർത്തുന്നതിലും മാനസികാവസ്ഥ ശരിയായി നിലനിർത്തുന്നതിലും സമ്മർദ്ദം കുറയ്ക്കുന്നതിലും പ്രോട്ടീന്റെ പങ്ക് വളരെ പ്രധാനമാണ്. വെജിറ്റേറിയൻ പ്രോട്ടീനും ദീർഘായുസ്സും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. ജീവന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നാണ് പ്രോട്ടീൻ അറിയപ്പെടുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മാക്രോന്യൂട്രിയന്റുകളിൽ ഒന്നാണ്. ഊർജം നൽകാനും ശരീരത്തിന്റെ ഘടനയും സംവിധാനങ്ങളും നിലനിർത്താനും ശരീരത്തിന് വലിയ അളവിൽ ആവശ്യമായ പോഷകങ്ങളാണ് മാക്രോന്യൂട്രിയന്റുകൾ. കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, പ്രോട്ടീൻ എന്നിവയാണ് 3 പ്രധാന മാക്രോന്യൂട്രിയന്റുകൾ. സ്വാഭാവികമായും 2 തരത്തിൽ നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നു. ഒന്ന് മൃഗങ്ങളുടെ മാംസത്തിൽ നിന്നും മറ്റൊന്ന് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നവയും. BMJ എന്ന മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സസ്യാഹാര പ്രോട്ടീൻ നിങ്ങളെ കൂടുതൽ വർഷങ്ങൾ ജീവിക്കാൻ സഹായിക്കും. കൂടുതൽ വെജിറ്റേറിയൻ പ്രോട്ടീൻ കഴിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഹൃദ്രോഗവും ക്യാൻസറും ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് മുൻ പഠനങ്ങൾ സൂചിപ്പിച്ചിരുന്നു. പ്രോട്ടീൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ആളുകൾ കൂടുതലായി സ്വീകരിക്കുന്നു എന്ന് ഒരു അന്താരാഷ്ട്ര വിപണി ഗവേഷണം പറയുന്നു. 2016 ലോകത്തിലെ പ്രോട്ടീൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ വിപണി ഏകദേശം $12.4 ബില്യൺ ആണ്.
ലോകമെമ്പാടുമുള്ള ആളുകൾ പ്രോട്ടീന്റെ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കഴിക്കുന്നു. ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രോട്ടീനുകളുടെ പ്രധാന പങ്ക് വിപണിയിൽ കുതിച്ചുയരുകയാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, ബോഡി ബിൽഡിംഗ് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവർ കൂടുതൽ പ്രോട്ടീൻ കഴിക്കേണ്ടത് ആവശ്യമാണ്, കാരണം പ്രോട്ടീൻ പേശികളെ നിർമ്മിക്കാൻ പ്രവർത്തിക്കുന്നു. അവരും അത് സ്വീകരിക്കാൻ തിടുക്കം കാട്ടിയിട്ടുണ്ട്. എല്ലാ ഗുഡ്ഡോട്ട് ഉൽപ്പന്നങ്ങളും പ്രോട്ടീൻ കുറവ് എളുപ്പത്തിൽ മറികടക്കുന്നു. ഗുഡ്ഡോട്ടിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളിലും പ്രോട്ടീന്റെ അളവിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഗുഡ് ഡോട്ട് പ്രോട്ടീസ് ഉൽപ്പന്നത്തിൽ 49.16% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. സോയ, കടല, ചെറുപയർ, ഓട്സ്, സീറോ കൊളസ്ട്രോൾ, സീറോ ട്രാൻസ് ഫാറ്റ് എന്നിവയുടെ മിശ്രിതത്തിൽ നിന്ന് നിർമ്മിച്ച 100% വെജിറ്റേറിയൻ പ്രോട്ടീൻ പായ്ക്ക് ചെയ്ത പ്രോട്ടീസ് ആണ് ഇത്. ഗുഡ്ഡോട്ടിന്റെ മറ്റു ഉൽപ്പന്നങ്ങളിലും പ്രോട്ടീൻ 49.16% വരെയും വെജിറ്റേറിയൻ ബൈറ്റുകളിൽ 25% വരെയും നിലനിർത്തിയിട്ടുണ്ട്. സസ്യാഹാരം കഴിക്കുന്നവർക്കിടയിലെ പ്രോട്ടീന്റെ കുറവ് നികത്തുന്നതിൽ ഗുഡ്ഡോട്ട് അതിന്റെ പങ്ക് വഹിക്കുന്നു. ഗുഡ്ഡോട്ട് അതിന്റെ ഉൽപ്പന്നങ്ങളിൽ ദോഷകരമായ വസ്തുക്കളൊന്നും ചേർക്കുന്നില്ല, കൂടാതെ ഉയർന്ന മൾട്ടി പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ഇരുമ്പ്, കാൽസ്യം, ഔഷധസസ്യങ്ങൾ, നാടൻ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയിൽ നിന്ന് തയ്യാറാക്കിയ ആരോഗ്യകരമായ ഭക്ഷണ ഉൽപ്പന്നങ്ങളുടെ പൂർണ്ണമായ രുചി നിങ്ങൾക്ക് ലഭിക്കും. അവ വിപണിയിലെ മറ്റ് ഉൽപ്പന്നങ്ങളിൽ ലഭ്യമല്ല. നിങ്ങളുടെ എല്ലുകൾ, ഹൃദയം, ഭാരം, പ്രതിരോധശേഷി, ദൈനംദിന ഊർജം എന്നിവയെ പൂർണ്ണമായി പരിപാലിക്കുന്നതിൽ മികച്ചത്. അതിൽ നിന്ന് പലതരം വിഭവങ്ങൾ തയ്യാറാക്കാൻ മാത്രമല്ല, ഇത് നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിലും ഉൾപ്പെടുത്താം. സോയ പ്രോട്ടീൻ ഐസൊലേറ്റ്. ഹൃദ്രോഗ സാധ്യത, ആർത്തവവിരാമത്തിന്റെ ലക്ഷണങ്ങൾ, ട്യൂമർ സാധ്യത എന്നിവ കുറയ്ക്കുന്നു. എനർജി ലെവൽ കൂട്ടാൻ സഹായിക്കുന്നു. കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നു. പേശികളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. അമിതവണ്ണവും പ്രമേഹവും നിയന്ത്രിക്കുന്നു. സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് ഒരു എനർജി ബൂസ്റ്റർ ആണ്. ഗർഭധാരണ ടോണിക് എന്നാണ് സോയ പ്രോട്ടീൻ ഐസൊലേറ്റിനെ വിളിക്കുന്നത്. ഗർഭധാരണ സമയത്ത് സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് കഴിക്കുന്നത് പലതരം ആരോഗ്യ ഗുണങ്ങൾക്കും നല്ലതാണ്. മികച്ച ചർമ്മത്തിന് ഇത് നല്ലതാണ്. പല സൗന്ദര്യവർദ്ധക പ്രൊഡക്റ്റുകളിലും സോയ പ്രോട്ടീൻ ഐസൊലേറ്റ് അടങ്ങിയിട്ടുണ്ട്. രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ഇതിൽ അയൺ, ചെമ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് ഉറക്കം മെച്ചപ്പെടുത്തുന്നു. ഓർഗാനിക് പീ പ്രോട്ടീൻ. പ്രോട്ടീനും മാംസ്യവും അടങ്ങിയ ഒരു സസ്യമാണ് ഇത്. ഇതിൽ 50% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഭക്ഷണശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതിൽ വൈറ്റമിൻ, ഫൈബർ, ഒമേഗ-3 എന്നിവ അടങ്ങിയിട്ടുണ്ട്. പീസ് പ്രോട്ടീൻ ഒരു സസ്യ അധിഷ്ഠിത പ്രോട്ടീൻ ആണ്. ഇത് ഒരു സമ്പൂർണ്ണ പ്രോട്ടീനാണ്. അതായത് നമ്മുടെ ശരീരത്തിന് സ്വന്തമായി ഉത്പാദിപ്പിക്കാൻ കഴിയാത്ത 9 അവശ്യ അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അയൺ, നാരുകൾ, കാൽസ്യം എന്നിവയുടെ നല്ല ഉറവിടം കൂടിയാണ് പീസ് പ്രോട്ടീൻ. ഇത് ഹൈപ്പോ അലോർജനിക് ആണ്. അതായത് ഇത് അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകില്ല. ഇത് ഗ്ലൂറ്റൻ ഫ്രീ, ഡയറി ഫ്രീ, സോയ ഫ്രീ എന്നിവയാണ്. ഇത് സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമാണ്. ശരീരഭാരം കുറയ്ക്കാനും പേശികൾ വളർത്താനും ശ്രമിക്കുന്ന സസ്യാഹാരികൾക്കുള്ള ഏറ്റവും മികച്ച പ്രോട്ടീൻ സ്രോതസ്സാണ് പീസ് പ്രോട്ടീൻ. പയർ പ്രോട്ടീൻ സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വ്യായാമം ചെയ്യാനും പേശികളെ വളർത്താനും ശ്രമിക്കുന്ന സസ്യാഹാരം കഴിക്കുന്ന ആളുകൾക്ക് പീസ് പ്രോട്ടീൻ ഒരു മികച്ച ഓപ്ഷനാണ്. കടലമാവ്. പോഷകങ്ങൾ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ബുദ്ധി വളർച്ചയ്ക്കും പ്രമേഹം നിയന്ത്രിക്കാനും ആരോഗ്യമുള്ള അസ്ഥികൾക്കും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ശരീരഭാരം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും അനീമിയ അതായത് വിളർച്ചയെ സുഖപ്പെടുത്തുവാനും ക്യാൻസർ തടയാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അസ്ഥികളെ ശക്തിപ്പെടുത്തുവാനും തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും നീർക്കെട്ട് കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഓട്സ് മാവ്. ഓട്സ് അവിശ്വസനീയമാം വിധം പോഷകഗുണമുള്ളവയാണ്. മാംഗനീസ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, ചെമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം മെച്ചപ്പെടുത്തുവാനും ശരീരഭാരം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഓട്സ് രുചികരമാണ്. ഗ്ലൂറ്റൻ രഹിതമാണ്. ഓട്സിൽ പ്രധാനപ്പെട്ട വിറ്റാമിനുകളും ധാതുക്കളും ശക്തമായ ആന്റി ഓക്സിഡന്റ് പ്ലാന്റ് സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഓട്സ് ഏറ്റവും പോഷകസാന്ദ്രമായ ഒന്നാണ്. ഓട്സിന് LDL കൊളസ്ട്രോളിനെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും കഴിയും.
ഓട്സ് വളരെ പെട്ടെന്ന് വയർ നിറക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. പ്രോട്ടീസ് വിഭവങ്ങൾ. ഇത് കുതിർക്കാൻ തിളച്ച വെള്ളത്തിൽ 4 മിനിറ്റ് മതി. പക്കാവട, ചില്ലി പ്രോട്ടീസ്, പ്രോട്ടീസ് ഉരുളക്കിഴങ്ങ് കറി, പ്രോട്ടീസ് കുൽഫി, പ്രോട്ടീസ് വട, പ്രോട്ടീസ് പൂരി, പ്രോട്ടീസ് സമോസ്, ചിക്കൻ കറി, ബീഫ് കറി, പ്രോട്ടീസ് അച്ചാർ, കട്ട്ലൈറ്റ് എന്നിവ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് തയ്യാറാക്കാം. ഇത്രയും ഗുണങ്ങൾ അടങ്ങിയ ഒരു ഫുഡാണ് പ്രോട്ടീസ്. ഇറച്ചി രുചിയിൽ കഴിക്കാം, പക്ഷേ കൊളസ്ട്രോൾ രഹിതമാണ്. നോൺ വെജ്കാർക്കും ഈ രുചി ആസ്വാദിക്കാം. നന്ദി. JRCM.